ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് 10 ഓൾഡ് SCERT ചാപ്റ്റർ 1 വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഒരു ലെങ്തി ലെസൺ ആണിത്. അപ്പൊ ഈ ഒരു ലെസൺ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ്സ്, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് ഉള്ളത്. ഇപ്പൊ PSCക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ധാരാവൈദ്യുതി എന്ന് പറയുന്ന ലെസൺ എടുത്തപ്പോഴും ഇതേ ഒരു ഫീലാണ് എനിക്കും തോന്നിയത്. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു PDF ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ലെങ്തി ചാപ്റ്റർ ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുന്നതിനോട് കൂടിയിട്ട് നമുക്കൊരു മടുപ്പ് തോന്നുകയാണ് അത്രയും വലിയ ചാപ്റ്റർ പഠിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു രീതി നോക്കുമ്പോൾ ഇത് A+ എഡ്യൂക്കെയർന്നോ അതോ A+ ബ്ലോഗ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇവരുടെ ഒരു ബ്ലോഗിന്റെ പേര്. അപ്പൊ ഈ ഒരു PDF ഫയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അധ്യാപകർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു PDF ഫയലാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിനെ നമുക്ക് 100% വിശ്വസിച്ച് പഠിക്കാവുന്ന ഒരു PDF ഫയലാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് ചാപ്റ്റർ പറയുന്നത്. അപ്പൊ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരവും ഒഴിവാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഊർജ രൂപമാണ് വൈദ്യുതി, അല്ലെ? അതുപോലെ വൈദ്യുത ഉപകരണങ്ങളിൽ വൈദ്യുതോർജം പ്രയോജനപ്രദമായ മറ്റ് ഊർജ രൂപങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. വൈദ്യുതോപകരണങ്ങളിൽ വൈദ്യുതോർജം പ്രയോജനപ്രദമായ മറ്റ് ഊർജ രൂപങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ വൈദ്യുതോർജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ രൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായിട്ട് പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കിവിടെ ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. എന്താണ് ഒരു ഉപകരണം, അതിൽ നടക്കുന്ന ഊർജ മാറ്റം എന്താണ്, ആ വൈദ്യുതിയുടെ ഒരു ഫലമായിട്ട് ഉണ്ടാവുന്നത് എന്താണ്, എന്ത് ഉപയോഗത്തിനാണ് ഓരോ ഉപകരണങ്ങളുടെയും യൂസ് അടക്കമാണ് നമുക്ക് ഈ ഒരു ടേബിൾ തന്നിട്ടുള്ളത്. നോക്കാം. ഇലക്ട്രിക് ബൾബ് നമുക്കറിയാലോ വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പ്രകാശ ഫലമാണ് ലഭിക്കുന്നത്. പ്രകാശമാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇലക്ട്രിക് ബൾബ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വൈദ്യുത ഫാനിന്റെ കേസ് ആണെങ്കിലോ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുകയാണ്, അല്ലെ? അതുപോലെ യാന്ത്രിക ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് സ്റ്റോറേജ് ബാറ്ററി നമുക്കറിയാലോ, ഇത് PYQ ആണ്. സ്റ്റോറേജ് ബാറ്ററിയുടെ കാര്യം വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഒരു രാസഫലമാണ് അവിടെ റിസൾട്ട്, അല്ലെ? അതുപോലെ വൈദ്യുത ചാർജ് സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോറേജ് ബാറ്ററി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് സ്റ്റൗ ആണെങ്കിലോ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഇലക്ട്രിക് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ എന്നിവയൊക്കെ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുകയാണ്. താപമാണ് അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്ത് മുതലാണ്. വൈദ്യുത താപഫലം, അതിന്റെ ഉപയോഗങ്ങൾ എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓംസ് ട്രയാങ്കിൾ ഫോർ ഈസി റിമെമ്പർ, കുട്ടികൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. I പ്രൊപ്പോർഷണൽ ടു V ആണെന്നും I ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണെന്നും, അല്ലെ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാ. അപ്പോൾ I = V/R എന്ന ഇക്വേഷൻ നമുക്ക് അറിയുന്നതാ. അപ്പൊ അതിൽ നിന്ന് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ I = V/R എന്നാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് V കാണാൻ എന്ത് ചെയ്താൽ മതി? V = IR എന്ന് കൊടുക്കാം. ഇനി R ആണെങ്കിലോ R = V/I. ഇത് തന്നെയാണ്, കുട്ടികൾക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ജൂൾസ് ലോ. എന്താണ് ജൂൾസ് ലോ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെ? H = I²RT നമ്മൾ പഠിച്ചതാണ്. ആ ഇക്വേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് ഈ ജൂൾസ് നിയമം എന്ന് പറയുന്നത്. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ്, അതാണ് H. ഓക്കെ, ഈ H എന്നുള്ളത് ഹീറ്റ് ആണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപത്തിന്റെ അളവ് എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും അതുപോലെ തന്നെ ചാലകത്തിന്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലമാണ് എന്ത്? ഈ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത് I²RT. H = I²RT. H എന്താണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപമാണ്, ജൂൾ ആണ് അതിന്റെ യൂണിറ്റ്, അല്ലെ? ഇനി I എന്ന് പറയുന്നത് എന്താണ്? I എന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. ആംബിയർ യൂണിറ്റിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. R എന്ന് പറയുന്നത് പ്രതിരോധമാണ്, റെസിസ്റ്റൻസ് ആണ്. ഓം ആണ് അതിന്റെ യൂണിറ്റ്. T എന്ന് പറയുന്നത് എന്താണ്? ടൈം ആണ്, സെക്കൻഡ് ആണ് ടൈമിന്റെ യൂണിറ്റ്.
H=I²RT. അതാണ് ജൂൾസ് നിയമം. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. H=I²RT. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെയാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇനി ഈ താപന ഉപകരണങ്ങളില് താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഹീറ്റിംഗ് കോയിലാണ്. ഈ താപന ഉപകരണങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഹീറ്റിംഗ് കോയിലാണ്. ഓർത്തു വെച്ചേക്കണേ. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെയാണ് എന്ത് പറയുന്നത്? വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ ഈ താപന ഉപകരണങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഹീറ്റിംഗ് കോയിലാണ്. ഇനി ഹീറ്റിംഗ് കോയിലിനെ കുറിച്ചാണ് പറയുന്നത്. നിക്രോമിനെ കുറിച്ച് പറയുന്നു. നിക്രോം എന്ന സാധനമാണ് എന്ത്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം. അപ്പൊ നിക്രോം എന്ന് പറയുമ്പോൾ എന്താണ് അതിലുള്ളത്? നിക്കൽ ഉണ്ട്, ക്രോമിയം ഉണ്ട്, അയൺ, മാംഗനീസ്. നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് എന്നിവ ചേർന്നിട്ടാണ് നിക്രോം എന്ന അത് ലോഹസങ്കരമാണ്. എന്തൊക്കെ ഉണ്ട് അതില്? നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ്. ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോം ഉപയോഗിക്കുന്നതിന് ഈ നിക്രോമിനെ സംബന്ധിച്ച് എന്തെങ്കിലും മേന്മകൾ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിക്രോമിന്റെ മേന്മകൾ? എന്തൊക്കെയാണ്? ഉയർന്ന പ്രതിരോധം, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. പിന്നെന്താണ്? ഉയർന്ന ദ്രവണാങ്കം. പിന്നെന്താണ്? ചുട്ടുപഴുത്ത അവസ്ഥയിൽ വായുവുമായി സമ്പർക്കത്തിലായാൽ പോലും ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ് നിക്രോമിനുണ്ട്. ഉയർന്ന ഡക്റ്റിലിറ്റി ഉണ്ട്. എന്താണ് ഡക്റ്റിലിറ്റി? ലോഹങ്ങളെയും അല്ലെങ്കിൽ ലോഹസങ്കരങ്ങളെയും ഒക്കെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ലോഹങ്ങളുടെ ഈ ഒരു കഴിവിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഉയർന്ന ഡക്റ്റിലിറ്റി കാണിക്കുന്ന ഒരു ലോഹസങ്കരമാണ് ആര്? ഈ നമ്മുടെ നിക്രോം എന്ന് പറയുന്നത്. നിക്രോമിന് ഉയർന്ന ദ്രവണാങ്കം ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, റെസിസ്റ്റിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പഴുത്ത അവസ്ഥയിൽ വായുവുമായി സമ്പർക്കത്തിലായാൽ തന്നെ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള ഒരു കഴിവും ആർക്കുണ്ട്? ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാൻ നിക്രോമിനെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോം ഉപയോഗിക്കുന്നതിന് നിക്രോമിനുള്ള മേന്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെന്താണ്? ചുട്ടുപഴുത്ത അവസ്ഥയിൽ പോലും വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിർത്തുവാനുള്ള കഴിവുണ്ട്, ഉയർന്ന ഡക്റ്റിലിറ്റി ഉണ്ട്. ക്ലിയർ ആയല്ലോ? എല്ലാ വൈദ്യുത താപന ഉപകരണങ്ങളും ഒരേ നിരക്കിലല്ല താപം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വർദ്ധിക്കുന്നു. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ റെസിസ്റ്റൻസ് കൂട്ടി കൊടുത്തിട്ട് അതുപോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. എല്ലാ വൈദ്യുത താപന ഉപകരണങ്ങളും ഒരേ നിരക്കിലല്ല താപം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞ എല്ലാ വൈദ്യുത താപന ഉപകരണങ്ങളും ഒരേ നിരക്കിലല്ല താപം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവും വർദ്ധിക്കുന്നുണ്ട്. എല്ലാ വൈദ്യുത താപന ഉപകരണങ്ങളും ഒരേ നിരക്കിലല്ല താപം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രതിരോധം കൂടുന്നതിനനുസരിച്ച്, റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? താപവും കൂടും. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിലെ താപവും കൂടുന്നുള്ളത് ഓർത്ത് വെക്കുക. ഹീറ്റ് കൂടുന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഒരു കലോറി? ഒരു കലോറി എന്ന് പറഞ്ഞാൽ, അല്ലെ കലോറി എന്ന യൂണിറ്റ് താപോർജ്ജം അളക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് കലോറി. 1 ഗ്രാം ജലത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടുന്ന താപോർജ്ജത്തിന്റെ അളവിനെയാണ് 1 കലോറി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്. മനസ്സിലായോ? 1 ഗ്രാം ജലത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ആയി ഉയർത്താൻ വേണ്ടുന്ന താപോർജ്ജത്തിന്റെ അളവ്, അതിനെയാണ് 1 കലോറി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്.
ഇനി ഒരു കലോറിയെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കലോറി എന്നത് 4.2 ജൂൾ ആണ്. ഒരു കലോറി ഈക്വൽ ടു 4.2 ജൂൾ ആണ്. 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ. ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു കലോറി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത് ഒന്നുകൂടി പറയാം. 1 ഗ്രാം ജലത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്താൻ വേണ്ടുന്ന താപോർജ്ജം, ആ താപോർജ്ജത്തിന്റെ അളവിനെയാണ് ഒരു കലോറി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയുന്നത് ജൂൾസ് നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ എന്താണ്? H ഈക്വൽ ടു I സ്ക്വയർ RT ആണ്. H ഈക്വൽ ടു I സ്ക്വയർ RT എന്ന ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. ഇതാണ് ജൂൾസ് നിയമം. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമമാണ്. ഓക്കെ, അപ്പൊ ഇതില് H അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാവുന്ന താപോർജ്ജം, അവിടെ രൂപപ്പെടുന്ന താപോർജ്ജം. അങ്ങനെ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തെ നമ്മൾ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയും. ജൂൾ ഹീറ്റിംഗ്. ഓക്കെ, ജൂൾ ഹീറ്റിംഗ് എന്ന് പറയും. ഈ ജൂൾ ഹീറ്റിങ്ങിനെ തന്നെയാണ് ഓമിക് ഹീറ്റിംഗ് എന്നും പറയുന്നത്. ഓമിക് ഹീറ്റിംഗ് എന്നും ഈ ജൂൾ ഹീറ്റിങ്ങിനെ അറിയപ്പെടും. എന്താണ്? ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടും. അങ്ങനെ താപോർജ്ജം രൂപപ്പെടുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ജൂൾ ഹീറ്റിംഗിന്റെ മറ്റൊരു പേരാണ് ഓമിക് ഹീറ്റിംഗ്. ഓക്കെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുന്ന സമവാക്യത്തിന്റെ മറ്റു രൂപങ്ങൾ. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? H ഈക്വൽ ടു I സ്ക്വയർ RT എന്ന ഈ ഒരു ജൂൾസ് ലോ അനുസരിച്ചുള്ള ഇക്വേഷനിലൂടെയാണ് അല്ലെ? H ഈക്വൽ ടു I സ്ക്വയർ RT. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെയൊക്കെ മാറ്റി എഴുതാം എന്ന് നോക്കാം. H ഈക്വൽ ടു I സ്ക്വയർ RT. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? I ഈക്വൽ ടു V ബൈ R എന്നൊരു ഇക്വേഷൻ അറിയാലോ. I ഈക്വൽ ടു V ബൈ R. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1, H ഈക്വൽ ടു I സ്ക്വയർ RT. അപ്പൊ ഇതിനകത്ത് ഈ ഐയുടെ പ്ലേസിൽ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. H ഈക്വൽ ടു I സ്ക്വയറിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? V ബൈ R ഹോൾ സ്ക്വയർ. ആറും ടിയും അതുപോലെ തന്നെ എഴുതി. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ ഈ സ്ക്വയർ, ഈ വി ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം ഈ വിക്കും ഈ സ്ക്വയർ ആപ്ലിക്കബിൾ ആണ്, ആറിനും ഈ സ്ക്വയർ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ അടിയിലത്തെ ഒരു ആറും ഇവിടുത്തെ ആറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? H ഈക്വൽ ടു വി സ്ക്വയർ ആർ ടി എന്ന് വരും. ഈ ആർ എങ്ങനെയാ ഇവിടെ വന്നത്? ഇവിടെ ആർ സ്ക്വയർ അല്ലായിരുന്നോ? അതിൽ ഒരു ആറാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്, മറ്റൊരു ആർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ H ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ടി. അതാണല്ലോ ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്തതിലോട്ട് വരാം. അപ്പൊ നമ്മളിവിടെ എഴുതിയത് I ഈക്വൽ ടു വി ബൈ ആർ എന്നാണ്. ഇനി ഇതിനെ ഞാൻ നെക്സ്റ്റ് മാറ്റിയിട്ട് R ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാലോ. ഇവിടെ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഐനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. R ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതി. ക്ലിയർ ആയേ? ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഒന്ന് മാറ്റി കൊടുക്കാം. H ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. അപ്പോ H ഈക്വൽ ടു I സ്ക്വയർ ആറിന് പകരം നമ്മൾ എന്തെഴുതി? വി ബൈ ഐ എന്ന് എഴുതിയേ. വി ബൈ ഐ ഇൻറ്റു ടി എന്ന് എഴുതി. അപ്പൊ എന്തായി? ഇവിടുത്തെ ഒരു ഐയും പോയി, ഈ ഡിനോമിനേറ്ററിലെ ഐയും പോയി. അപ്പൊ എങ്ങനെ വന്നു ഇക്വേഷൻ? H ഈക്വൽ ടു I വി ടി എന്ന് വന്നല്ലോ. അതാണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയേ? ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് പവർ ആയിട്ട്, അതായത് ഇലക്ട്രിക് പവർ ആയിട്ട് വി സ്ക്വയർ P ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വോൾട്ടേജ് ആണ്, വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി എന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്, ഈ വി സ്ക്വയർ ബൈ ആറിൽ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് H ഈക്വൽ ടു പി ടി എന്ന് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഇക്വേഷൻസ് എങ്ങനെ മാറ്റി എഴുതുന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? എല്ലാത്തിന്റെയും ബേസിക് ആയിട്ട് വരുന്നത് എന്താണ്? H ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. ജൂൾസ് ലോ ആണ്. H ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. ഇതില് പിന്നെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ I ഈക്വൽ ടു വി ബൈ ആർ എന്ന ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിലേക്കൊക്കെ മാറ്റി എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ഭാഗം, ഇവിടെ പ്രതിരോധകങ്ങൾ സമാന്തരമായുള്ള രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 ഇമേജസ് നമുക്ക് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ?
സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇമേജിൽ പാരലൽ ആയിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇവിടെ ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് നോക്കാം. ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് ഈ ഒരു പാരലൽ രീതിയിലാണെങ്കിൽ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി അടുത്ത പോയിന്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടി നോക്കിയോ. ഈ ഒരു ഇമേജ് ഇത് സീരീസ് ആണ്, ഇത് പാരലൽ ആണ്. ഓക്കെ, ശ്രേണി രീതിയും സമാന്തര രീതിയുമാണ്. അപ്പൊ ഇവിടെ സീരീസും ഇത് പാരലൽ കണക്ഷനുമാണ്. നോക്കിക്കോളൂ. ഓരോ പ്രതിരോധകത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. സീരീസ് ആണെങ്കിൽ ഓരോ പ്രതിരോധകത്തിലും ലഭിക്കുന്ന വോൾട്ടേജ് വ്യത്യാസമായിരിക്കും. എന്നാൽ പാരലൽ കണക്ഷനിലാണെങ്കിൽ ഓരോ പ്രതിരോധകത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തൊരു പോയിന്റ്, ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് ഈ സീരീസിൽ കണക്ട് ചെയ്താൽ സാധിക്കില്ല. ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സർക്യൂട്ടില് സഫല പ്രതിരോധം കൂടുതലായിരിക്കും. സർക്യൂട്ടിൽ സഫല പ്രതിരോധം കൂടുതൽ കണ്ടോ. റെസിസ്റ്റൻസ് ഈക്വൽ ടു R1 + R2 + R3. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്ര എണ്ണം കൂടി കൂട്ടി എഴുതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു N × R എന്ന് വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. ഇവിടെ എല്ലാ പ്രതിരോധങ്ങളുടെയും പ്രതിരോധം തുല്യമാണെങ്കിൽ R = NR എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷനിൽ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ പാരലായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കുറവായിരിക്കുമേ, വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന എങ്ങനെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/R = എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും നമ്മൾ 1 വെച്ചിട്ട് ചെയ്യാം. 1/R1 + 1/R2 + 1/R3. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരും. R = R1 R2 / R1 + R2 എന്ന രീതിയിലേക്ക് വരും. പിന്നെ ഇവിടെയും എല്ലാ പ്രതിരോധങ്ങളുടെയും പ്രതിരോധം തുല്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇവിടെ R = r/n എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയേ? ഇനി സുരക്ഷാ ഫ്യൂസ്. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മളോട് മുൻപ് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സുരക്ഷാ ഫ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടല്ലോ. ഇമേജ് കണ്ടല്ലോ, സുരക്ഷാ ഫ്യൂസിന്റെ ഇമേജ് കണ്ടു. ടിന്നിന്റെയും ലെഡിന്റെയും ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ. ടിന്നിന്റെയും ലെഡിന്റെയും സങ്കരമാണ് ഫ്യൂസ് വയർ. വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വൈദ്യുതിയുടെ താപബലം, ഇതാണ് PYQ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു UPSC എക്സാമിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ദ്രവണാങ്കം കുറവും പ്രതിരോധം കൂടുതലുമായിരിക്കും. ദ്രവണാങ്കം കുറവ്, അതുപോലെ പ്രതിരോധം കുറവ്. പിന്നെ ഷോർട്ട് സർക്യൂട്ടിന്റെ മലയാളം ടേം കണ്ടോ, ലഘുപതനം. ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് എന്നിവയൊക്കെ സംഭവിക്കുമ്പോൾ ഉപകരണങ്ങളിൽ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ ചൂടാവുകയും ഉരുകിപ്പോവുകയും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നു. സുരക്ഷാ ഫ്യൂസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് ഈ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത്? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർലോഡൊക്കെ സംഭവിക്കുമ്പോൾ ഉപകരണങ്ങളിൽ അമിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അപ്പൊ ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ചൂടായിട്ട് അത് മെൽറ്റായി പോകും അല്ലെ. മെൽറ്റായി പോകുമ്പോൾ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളൊന്നും വരാതെ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ടും സാധിക്കും. ഇനി ഓവർലോഡിങ് എന്താണ്, ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. നോക്കാം. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം ഓവറായിട്ട് പവർ ഉള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ് ഓവർലോഡിങ്. ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിന് ഒരു പവർ ഉണ്ട്. ആ പവറിൽ അധികമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഓവർലോഡിങ് എന്ന് പറയാം. ഓക്കെ, ഇനി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ, ഇനി അതല്ല മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അല്ലെങ്കിൽ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടിന്റെ മലയാളം ടേം എന്തായിരുന്നു? ലഘുപതനമാണ് കേട്ടോ. ലഘുപതനം. ഓക്കെ, ലഘുപതനം ചോദിക്കാൻ ചിലപ്പോ. നമ്മളുടെ വിസ്കോസിറ്റിക്ക് പകരം ശ്യാനബലം ചോദിച്ചതുപോലെ ഷോർട്ട് സർക്യൂട്ടിന് ലഘുപതനം എന്ന് തന്നാൽ അന്തം വിടരുത്. ഓക്കെ, ലഘുപതനം ഷോർട്ട് സർക്യൂട്ട് ആണ്.
ഇനി വീടുകളിലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. അതുപോലെ ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫ്യൂസ് വയർ വീടുകളിൽ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇതിപ്പോൾ എക്സാം ഓറിയന്റഡ് ആയി ചോദിച്ചില്ലെങ്കിലും നമുക്കത് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും പ്രശ്നമാണ്. ഇനി അടുത്തത് ആംപെയറേജിനെ കുറിച്ചാണ് നോക്കുന്നത്. ആംപെയറേജ് എന്താണ്? ആംപെയറേജ് ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിന്റെ ആംപെയറേജ് എന്ന് പറയുന്നത്. ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഒരു ഉപകരണത്തിന്റെ ആംപെയറേജ്. അതായത് ആംപെയറേജ് കാണാൻ ആംപെയറേജിനെ I എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. I ഈക്വൽ ടു വോൾട്ടേജ് ബൈ വോൾട്ടേജ് എന്നാണ് W/V. അതൊക്കെയാണ് പവറും വോൾട്ടേജും തമ്മിൽ. പവറിനെയാണല്ലോ W എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട്. അപ്പോൾ വാട്ടേ പവർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ വോൾട്ടേജ് ബൈ വോൾട്ട് ആണ്. ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതത്തിനെയാണ് എന്ത് പറയുന്നത്? ആംപെയറേജ് എന്ന് പറയുന്നത്. ആംപെയറേജ്. ഇനി അടുത്തത് വൈദ്യുത പവറിനെ കുറിച്ചാണ്. വൈദ്യുത പവർ യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം യൂസ് ചെയ്യുന്ന വൈദ്യുതോർജ്ജത്തെയാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്. ഓക്കെ, പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ്. പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം W/T ആണ്. ഇനി പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് അല്ലെ? വാട്ടേ പവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓർക്കാൻ വേണ്ടിയിട്ട് വാട്ടേ പവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈക്വൽ ടു H/T ആണെങ്കിൽ ഈ എച്ചിനെ ഈ 3 രീതിയിൽ എഴുതുന്നത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം P ഈക്വൽ ടു H/T, ആദ്യത്തെ കേസ് H ഈക്വൽ ടു I² RT എന്ന ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ I² RT ഡിവൈഡഡ് ബൈ T. ഈ രണ്ട് T തമ്മിൽ ക്യാൻസൽ ആയി പോകുമ്പോൾ Pയുടെ വാല്യൂ I² R എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് Pയുടെ വാല്യൂ H/Tയിൽ നമ്മൾ Hന് പകരം I/V/T ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ T ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? P ഈക്വൽ ടു IV എന്ന് എഴുതും. IV അല്ലെങ്കിൽ VI എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ ഇത് രണ്ടും? ഇനി അടുത്തത് നമ്മൾ Hന്റെ വാല്യൂ V²/RT ആണ് കൊടുക്കുന്നതെങ്കിൽ ആ Pയുടെ വാല്യൂയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? V²RT ഡിവൈഡഡ് ബൈ T എന്നുള്ളത് വരും. അപ്പോൾ ടീകൾ തമ്മിൽ ക്യാൻസലായി പോകും അല്ലേ? P ഈക്വൽ ടു V²/R എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ 3 ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? വൈദ്യുത പ്രവാഹത്തിന്റെ ഫലം നോക്കാം. പോയിന്റ്, വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് പ്രകാശിക്കുന്ന പലതരം ലാമ്പുകളുണ്ട്. ഇൻകാൻഡിസെന്റ് ലാമ്പ്, ഫിലമെന്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, CFL അല്ലെങ്കിൽ കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ് മുതലായവ അവയിൽ ചിലതാണ്. എന്താണ്? വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് പ്രകാശിക്കുന്നതാണ് അല്ലേ? ഏതൊക്കെ ടൈപ്പാണ്? ഇൻകാൻഡിസെന്റ് ലാമ്പുകളുണ്ട്, ഫിലമെന്റ് ലാമ്പ് ഉണ്ട്, ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, CFL. ഇവ വൈദ്യുതോർജ്ജത്തെ എന്താക്കിയാണ് മാറ്റുന്നത്? പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. കൂടാതെ ചെറിയ തോതിൽ എന്തുണ്ടാവുന്നുണ്ട്? താപോർജ്ജവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി ഈ ഇൻകാൻഡിസെന്റ് ലാമ്പ് ഉണ്ടല്ലോ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നേർത്ത ടങ്സ്റ്റൺ ഫിലമെന്റ് ഉപയോഗിച്ച് പ്രകാശിക്കുന്ന ഫിലമെന്റ് ലാമ്പുകളാണ്. ഓക്കെ, നമ്മൾ 90s യൂസ് ചെയ്തിരുന്ന ലാമ്പ്, ഇൻകാൻഡിസെന്റ് ലാമ്പ് കണ്ടോ? അതിൽ ടങ്സ്റ്റൺ ആണ് അതിൽ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. താപം കൊണ്ട് ജ്വലിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ ഇൻകാൻഡിസെന്റ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. അതിനാൽ ഫിലമെന്റ് ലാമ്പിനെ ഇൻകാൻഡിസെന്റ് ലാമ്പ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇൻകാൻഡിസെന്റ് ലാമ്പ് എന്ന് പറയുന്നത് താപം കൊണ്ട് ജ്വലിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. സാധാരണ വോൾട്ടേജിൽ ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് ചുട്ടുപഴുത്ത പ്രകാശം തരുന്നു. ഇൻകാൻഡിസെന്റ് ലാമ്പുകളിൽ ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകാൻഡിസെന്റ് ലാമ്പുകളിൽ നാം നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻക്യൂബേറ്ററിൽ മുട്ട വിരിയിക്കാനായിട്ട് വെക്കുമ്പോഴേ അവിടെ ഈ ടൈപ്പ് ലാമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ? അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു താപം കൂടി അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ മുട്ടകൾ വിരിയിക്കാനുള്ള ആവശ്യത്തിലുള്ള താപം കൊടുക്കാൻ ഇത്തരത്തിലുള്ള ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്
ഏതെല്ലാം സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് ടങ്സ്റ്റനെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ടങ്സ്റ്റൺ ആണ് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട് ടങ്സ്റ്റന്, ഉയർന്ന ദ്രവണാങ്കം ഉണ്ട്, അതുപോലെ നേർത്ത കമ്പികളാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ടങ്സ്റ്റനെ എന്തായിട്ട് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവും ടങ്സ്റ്റനുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നു, ബൾബിന്റെ ഉൾഭാഗം വായു ശൂന്യമാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? ബൾബിന്റെ ഉൾഭാഗം വായു ശൂന്യമാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ഫലം? ഫിലമെന്റിന്റെ ഓക്സീകരണം തടയുന്നതിനായി ബൾബിന്റെ ഉൾവശം വായു ശൂന്യമാക്കുന്നുണ്ട്. ഫിലമെന്റിന്റെ ഓക്സീകരണം അതായത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബൾബിന്റെ ഉൾവശം വായു ശൂന്യമാക്കുന്നു. ബൾബിന്റെ ഉൾഭാഗം വായു ശൂന്യമാക്കിയില്ലെങ്കിൽ ഫിലമെന്റിന്റെ ഓക്സീകരണം നടക്കുകയും ബൾബിന്റെ ക്ഷമത കുറയുകയും ചെയ്യും. ബൾബിന്റെ ഉൾഭാഗം വായു ശൂന്യമാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഓക്സീകരണം നടക്കും. ഓക്സിജന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓക്സിജന്റെ പ്രസൻസ് കാരണം അവിടെ ഓക്സീകരണം നടക്കുകയും ബൾബിന്റെ ക്ഷമത കുറയുകയും ചെയ്യും. ഇനി ഈ ചില ബൾബുകൾക്കുള്ളിലൊക്കെ എന്ത് ചെയ്യും? അലസവാതകങ്ങൾ നിറയ്ക്കും അല്ലെ? അലസവാതകങ്ങൾ അല്ലെങ്കിൽ നൈട്രജൻ ഒക്കെ നിറയ്ക്കാറുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബൾബിൽ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകം നിറയ്ക്കുന്നുണ്ട്. ഇതുവഴി ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്ന ബൾബിന്റെ ആയുസ്സും ക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ അലസവാതകം എന്ന് പറയുമ്പോൾ പൊതുവെ നോൺ റിയാക്റ്റീവ് ആണ്. അപ്പൊ അത് ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ബൾബിന്റെ എഫിഷ്യൻസി കൂട്ടാനും അതിൻ്റെ ഉള്ളിൽ കുറഞ്ഞ മർദ്ദമായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുവഴി ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്ന ബൾബിന്റെ ആയുസ്സും ക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സാധാരണയായിട്ട് നൈട്രജൻ വാതകമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നൈട്രജൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നൈട്രജൻ വാതകമാണ് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡിസ്ചാർജ് ലാമ്പാണ്. എന്താണ് ഡിസ്ചാർജ് ലാമ്പ്? ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതിനെയാണ് ഡിസ്ചാർജ് ട്യൂബുകൾ എന്ന് പറയുന്നത്. ഇവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പേര് വരാനുള്ള കാരണം മനസ്സിലായല്ലോ. ഈ ഡിസ്ചാർജ് ലാമ്പിൽ പ്രകാശം പുറത്തേക്ക് വരുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനുള്ളിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുകയും തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കും. പിന്നെ തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിൽ എത്തിയിട്ട് സ്ഥിരത കൈവരിക്കുമ്പോൾ എന്ത് ചെയ്യും? വികിരണ ഊർജം എന്ത് ചെയ്യും? പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡിസ്ചാർജ് ട്യൂബ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഊർജ്ജനിലകളിലെ വ്യത്യാസത്തിനനുസരിച്ച് വിവിധ വർണ്ണപ്രകാശങ്ങളും മറ്റു വികിരണങ്ങളും നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇനി LED ബൾബിന്റെ നോക്കാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ്. പ്രവർത്തിക്കാൻ കുറഞ്ഞ വൈദ്യുതി മതി എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിന് താപം കുറവല്ലേ? ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. അങ്ങനെ ഇത്രയും മേന്മകളാണ് ഈ ഒരു LED ബൾബിനുള്ളത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LEDകൾ പ്രവർത്തിക്കാൻ കുറഞ്ഞ വൈദ്യുതി മതി. അതുപോലെ ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജം ഉണ്ടാകുന്നില്ല. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ അങ്ങോട്ട് മൂവ് ചെയ്യത്തുമില്ല. നമ്മൾ ഒരുപാട് ഇതെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ കാണുമ്പോൾ എക്സ്പെരിമെന്റ് എല്ലാം കൂടി വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ മനസ്സും മടുക്കും. അപ്പൊ ഈ ഒരു PDF യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ഇത്. അപ്പോൾ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം. പിന്നെ PSC ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എക്സ്പെരിമെന്റ്സിന്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ നമ്മൾ വലിച്ചു വാരി എക്സ്പെരിമെന്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോയിന്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു PDF-ൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു PDF സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബെസ്റ്റ് മെത്തേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ ഈ വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ
ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ ഒക്കെ റിവിഷൻ ടെലഗ്രാം ചാനലിൽ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സർക്കിളിലും നമ്മുടെ ഈ ടെലഗ്രാം ചാനലിൻ്റെ കാര്യവും റിവിഷൻ സീരീസിൻ്റെ കാര്യമൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്